നമുക്കൊരു കുമ്പളങ്ങ വെറൈറ്റി ആയിട്ട് കറി വയ്ക്കാം. അപ്പോൾ അതിനൊരു ചട്ടി വെച്ച് അതിലൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്കൊരു 10-20 ചുവന്നുള്ളി ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് നന്നായി വഴന്ന് വരുന്ന വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. അതായി വന്നപ്പോൾ ഞാനൊരു 3 പച്ചമുളക് കീറിയിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ആവശ്യത്തിന് വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അതിൻ്റെ പച്ചമണം പോണ വരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു 3 തക്കാളി ഞാൻ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വേറെ പുളിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചേർക്കണില്ല, ഈ തക്കാളിയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ അത് നന്നായി വഴറ്റിയെടുക്കാം. അപ്പോൾ ഇളക്കിയിട്ട് വേണമെങ്കിൽ വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനൊന്ന് ഒരു മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് എടുക്കണം. അപ്പോൾ അത് നന്നായി വഴന്ന് കിട്ടും. അപ്പോൾ ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഉടച്ചെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞാൽ നമ്മൾ തീരെ വെള്ളം ചേർക്കാതെ ഈ കുമ്പളങ്ങ അതിലിട്ടിട്ട് നമ്മൾ മൂടിയിട്ട് വേവിച്ചെടുക്കുകയാണ്. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മൂടിയിടാം. ഇതിൽ വെള്ളം ഒട്ടും ചേർക്കണില്ല, അങ്ങനെയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നമ്മൾ കുമ്പളങ്ങ വയ്ക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ കൂടെ വേറെ ഏതെങ്കിലും കറി വേണമെന്നുള്ള പോലെയാണ്. പക്ഷേ ഈ കറി നമുക്ക് ഈ കറി മാത്രം മതി നമുക്ക് ഊണ് കഴിക്കാൻ. ഇപ്പോൾ ഇതിലൊരു അരമുറി തേങ്ങയും ഒരു 1/2 സ്പൂണ് ജീരകം ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്ത് ഞാൻ ആ വെന്ത കുമ്പളങ്ങയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം നമുക്ക് ചേർക്കാം. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് കൂടി ചാറ് വേണമെങ്കിൽ നമുക്ക് കൂട്ടി ചേർക്കാം. ഞാനിപ്പോൾ ഒരു 3/4 ഗ്ലാസ് വെള്ളമാണ് ഇതിൽ പിന്നെ ചേർത്തത്. അപ്പോൾ അത്രയും കുറുതായിരിക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടി ഞാൻ വെള്ളം ഒഴിച്ചു. അപ്പോൾ അതൊന്ന് നന്നായി ആയി വരട്ടെ. അപ്പോൾ ഇങ്ങനെ കുറുതായ ഒരു ചാറാണ് ഇതിനുണ്ടാവുക. അപ്പോൾ ഉപ്പ് പാകമാണെന്ന് നോക്കുക ഈ സമയത്ത്. അപ്പോൾ എനിക്ക് പാകമാണ്. അപ്പോൾ അത് വേറെ ഇനിയൊരു ചട്ടി വെച്ചിട്ട് അതിലൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അതിനൊരു താളിപ്പ് ശരിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കടുക് ഇട്ട് കൊടുക്കേണ്ട 1 സ്പൂണ്. ആ കടുക് പൊട്ടി വരുമ്പോൾ 1/2 സ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവയൊന്നും കൂടി പോകരുത്, 1/2 സ്പൂൺ ഉലുവ തന്നെ ഇട്ടാൽ മതി. അല്ലെങ്കിൽ പിന്നെ പൊടി ചേർത്താലും മതി കേട്ടോ കറിയിലേക്ക്. ഞാൻ ഉലുവ പൊട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിനൊരു ടേസ്റ്റ് കൂടുതലുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കൂടുതലാവരുത്. അതായി വരുമ്പോൾ ഞാൻ ഉള്ളി ഇട്ട് കൊടുത്തു. അതിലേക്ക് ഒരു 10-15 ഉള്ളിയോളം ഉണ്ട്, അത് ഞാൻ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്നായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 4 വറ്റൽമുളകും വേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് ഇത്തിരി കൂടി കുറുതായിട്ടായിരിക്കണം, എനിക്കിങ്ങനെ കഴിക്കാൻ ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ. കുറച്ചുകൂടി ചാറാക്കണം എന്നുള്ളവർക്ക് ഒരു 1/2 ഗ്ലാസ് 3/4 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ച് എടുക്കാം. ചൂടുവെള്ളം ഒഴിക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഉള്ളിയായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് വറ്റൽമുളകും വേപ്പില ഇട്ട് കൊടുക്കാം. 4 വറ്റൽമുളക് വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വറുത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അത് നിങ്ങൾ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം. ഇങ്ങനെ പുളി പിഴിഞ്ഞും ചെയ്യാറുണ്ട്, പക്ഷേ തക്കാളി ഇട്ട് ആക്കിയെടുക്കുമ്പോൾ അത് വഴറ്റിയിട്ട് തന്നെ എടുക്കണം കേട്ടോ. അതിലിട്ട് കൊടുത്തതിനേക്കാളും ടേസ്റ്റ് അതാണ്. അപ്പോൾ ഇത് ഇനി ഒരു 15 മിനിറ്റ് നമുക്ക് ഒന്നും അനക്കാതെ നമുക്കത് മൂടി വയ്ക്കാം. അപ്പോൾ അതിലത്തെ ഉള്ളിയുടെയും കടുകും ഉലുവയൊക്കെ ഇട്ടതിൻ്റെ മണമൊക്കെ അതിൽ പിടിച്ചിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു 15 മിനിറ്റ് അടച്ച് വയ്ക്കാം. 15 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ എന്നിട്ട് ഇളക്കിയതാണ്. ഞാൻ അതിൽ മല്ലിയില ഇട്ട് കൊടുത്തു, കുറച്ച് മല്ലിയില ഇട്ടു. അത് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റായിട്ടുള്ള ഒരു പരിപ്പ് കറിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം.